ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. CE കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എമിറ്റർ ഈസ് ബോത്ത് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എമിറ്ററാണ് കോമൺ ആയിട്ട് നിൽക്കുക. ഓക്കെ, അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ എങ്ങനെയാണ് ചെയ്യാൻ സാധാരണ ട്രാൻസിസ്റ്ററിൽ ചെയ്യുക എന്നുള്ളതും നമ്മൾ നോക്കി. കൺസിഡർ ദിസ് ഈസ് എ ട്രാൻസിസ്റ്റർ. അപ്പം ഞാനിതുവരെ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. ഐ എം വെരി സോറി. ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ കുറിച്ചായിരുന്നു. ഓക്കെ, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണത് ഒരു ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് ബയാസിങ് ആണുള്ളത്. അപ്പോൾ കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ കോൺഫിഗറേഷനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ അതിൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 ആണെന്ന് നമ്മൾ നോക്കി. ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ BT ആണ് കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ വെരി ഹൈ വാല്യൂ കമ്പയർ ടു ദിസ് ആൽഫ. ആൽഫ ഈസ് ദി current gain factor in common base configuration. Okay, then alpha and beta യുടെ റിലേഷൻസ് നമ്മൾ നോക്കി. അപ്പോൾ സാധാരണ നമ്മളൊരു ട്രാൻസിസ്റ്റർ നോക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിയുമ്പോൾ, CSIRൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കിക്കഴിയുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചെയ്യാവുന്ന ചില പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ചിലത് നമുക്ക് ജസ്റ്റ് പ്രോബ്ലം വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്നതാണ്. ചിലത് ഇൻറ്റേർണലി അതെന്താണ് വർക്ക് ചെയ്യുന്നതെന്നോടെ മീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ചെയ്യാവുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2018-9 കൺസിക്യൂട്ടീവായിട്ട് ചോദിച്ചത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് തന്നിട്ട് അതിനകത്ത് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു സൈനസോയിഡൽ വേവ് കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വേവ് ഫോം എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ. പ്രൊവൈഡഡ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിനും ഉണ്ട്, വോൾട്ടേജ് ഗെയിനും ഉണ്ട്. നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിനാണ് ബീറ്റ എന്ന് പറയുന്നത്. അതിനകത്തൊരു വോൾട്ടേജ് ഗെയിനും ഉണ്ടാവും. ബട്ട് ദർ ഈസ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അതായത് ഇൻപുട്ടിൽ നമ്മൾ ഒരു സൈനസോയിഡൽ വേവിൽ ഫസ്റ്റ് ഹാഫിൽ പോസിറ്റീവ് സൈക്കിളും സെക്കൻഡ് ഹാഫിൽ നെഗറ്റീവ് സൈക്കിളുമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടുക നെഗറ്റീവ് സൈക്കിളും പോസിറ്റീവ് സൈക്കിളായിരിക്കും. അതായത് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുക. നമുക്ക് നോക്കാം അതെന്തുകൊണ്ടാണ് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഓക്കെ ഫൈൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഞാനിപ്പോൾ ഒരു ബയാസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ബയാസിങ് ചെയ്യുന്നതെന്നാണ് ഏറ്റവും സിമ്പിളായിട്ട് ബയാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിസ് ഇസ് ബേസ് റീജിയൻ, ദിസ് ഇസ് എമിറ്റർ, ദിസ് ഇസ് ആൻ NPN ട്രാൻസിസ്റ്റർ because the എമിറ്ററിലെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് PN and this is collector. So emitter base junction should be in forward bias. So that means we are applying a positive to the base and negative to the, and the collector base junction should be in reverse bias. So N region should be in positive. So and this is ground, emitter is grounded or common. So this is the configuration we studied in the last class. But this is നമുക്കിവിടെ കാണുമ്പോൾ അറിയാം 2 വോൾട്ടേജ് സപ്ലൈ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് കോൺഫിഗർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ സാധാരണ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണിത് വേറൊരു രീതിയിലാണ് ഒറ്റ സപ്ലൈ വെച്ചിട്ട് നമ്മൾ ബയാസിങ് ചെയ്യാറുണ്ട്. So let this is RC, this is emitter and this is collector.
consider this is RB. RB is the resistance to the base and RC is the resistance to the collector, and there is only a single supply. Okay, as we all know that this is an NPN transistor, NPN transistor, and this is base region. Here we can see that the P region, that is the base region, is positive bias. Consider this is a plus VCC, and so this emitter base region is in forward bias by this supply. This is forward bias, and the collector base region is in reverse bias. Why it is reverse bias? Here the RB resistance is very much higher than RC resistor. Okay, so what will happen compared to this VCC? Consider this VCC is 10 volt, and here the VC voltage, consider the voltage across the collector is VC, and this is the VB voltage. In that condition, the VC voltage is higher than VB. If RB is very much higher, ആണെങ്കിൽ VC വോൾട്ടേജ്, VCയിലെ വോൾട്ടേജ് VBയിലെ വോൾട്ടേജിനേക്കാളും വളരെ കൂടുതലായിരിക്കും. കാരണം ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും ഇതിലൂടെ പോകുന്ന കറണ്ടിനേക്കാളും. കാരണം ഇതിലൂടെ പോകുന്ന കറണ്ട് IB എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ RBയുടെ വാല്യൂ വളരെ കൂടുതലായ കാരണം IBയുടെ വാല്യൂ വളരെ സ്മോളാണ്. So this voltage, VB voltage, is very much lesser than VC voltage. Compared to VB ne compared ചെയ്യുമ്പോൾ VC ആണ് higher positive potential. So this CB junction is in reverse bias. Deliberately നമ്മൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. By this single supply we can forward bias this emitter base junction, and we can reverse bias this collector base junction. Okay, and here I am applying this input. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് കളക്ടഡ് അക്രോസ് ഹിയർ. ദിസ് ഈസ് മൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് സപ്ലൈ ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഇങ്ങനെ സപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നിടത്താണ് ഞാൻ ഈ ഇൻപുട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അനാലിസിസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം അത് DC ലോഡ് ലൈൻ എന്ന് പറയുന്ന ഒരു അനാലിസിസാണ്. ഒരു ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഉള്ള റെപ്രസെൻറ്റേഷനാണത് DC ലോഡ് ലൈൻ എന്ന് പറയുന്നത് അനാലിസിസ്. ഓക്കെ, DC ലോഡ് ലൈൻ അനാലിസിസിൽ ഞാൻ ആദ്യം വരച്ച ഫിഗർ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കാം. This is VCC and this is RC. Consider the current flowing through this is IC. Okay, fine. And output is taken across this. That is VCE is my output voltage. That is emitter is grounded. Connected to emitter voltage ആണ് output voltage എന്ന് പറയുന്നത്. V out എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് എടുക്കാറ്. And here I am taking RB, and we can know that this is IB, and we can connect like this, and here I am applying Vin. Voltage. ഓക്കെ, അപ്പോൾ ഞാൻ ഇനീഷ്യലി ലോഡ് ലൈൻ അനാലിസിസിന് DC ലോഡ് ലൈൻ അനാലിസിന് ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എനിക്ക് എന്താണോ ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ അതാണ് ഞാൻ ഇൻപുട്ട് വോൾട്ടേജിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ DC ലോഡ് ലൈൻ അനാലിസിസിൽ നമ്മൾ വീൻ വോൾട്ടേജ്, അതായത് വീൻ എന്ന് പറയുന്നത് എനിക്ക് എന്ത് സിഗ്നലാണ് ആംപ്ലിഫൈ ചെയ്യേണ്ടത്? ഒരു സൈനസോയിഡൽ സിഗ്നലാണ്. സൈനസോയിഡൽ സിഗ്നൽ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ടൈം വേരിയിങ് സിഗ്നലാണ് എനിക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ വോയിസ് സിഗ്നൽ അതൊരു ടൈം വേരിയിങ് സിഗ്നലാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി വേരിയിങ് വിത്ത് ടൈം. ബട്ട് ഒരു DC സിഗ്നലിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും വിത്ത് കറസ്പോണ്ട് ടു ദ ടൈം. ഓക്കെ, അപ്പോൾ DC ലോഡ് ലൈനിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ കൊടുക്കാത്തപ്പോൾ അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ജസ്റ്റ് അനാലിസിസ് ദിസ് CE region, collector emitter region, that is the region we are taken output. So consider this is output region.
ഔട്ട്പുട്ട് റീജിയനിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം ഒരു ഔട്ട്പുട്ട് റീജിയൻ എന്ന് പറയുന്നത് കളക്ടർ റീജിയനാണ്. സോ കളക്ടർ ബേസ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ് അല്ലേ. കളക്ടർ ബേസ് റീജിയൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ്. എമിറ്റർ ബേസ് റീജിയൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആണ്. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കണമെങ്കിൽ ഞാനിപ്പം consider that EB junction, emitter base junction. If we increase the voltage, it's like a diode. It's a diode in a forward bias. Okay, so this is the IB current. IB current is increases with the here the VCC. Okay, VCC increase ചെയ്യുമ്പോൾ എങ്ങനെയാണ് IB current? It's a diode in forward bias, equivalent to the diode in forward bias. ഇന്നലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ബേസ് റീജിയൻ വളരെ സ്മോൾ ആയിട്ടുള്ള റീജിയനാണ്. നമ്മൾ ഡെലിബറേറ്റ്ലി ബേസ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടൈപ്പ് റീജിയനാണ്. പി ടൈപ്പ് റീജിയനിൽ ഡെലിബറേറ്റ്ലി നമ്മൾ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കൺസ്ട്രക്ഷൻ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് മൈ ബേസ് റീജിയൻ, ദിസ് ഈസ് മൈ എമിറ്റർ റീജിയൻ ആൻഡ് ദിസ് ഈസ് മൈ കളക്ടർ റീജിയൻ. ഹിയർ ഇറ്റ് ഈസ് P region, here it is N region, here it is again P region. Here only couple of holes and here we can having lots of electrons because emitter region is highly dense, populated with electrons, heavily doped region. And here collector region is not heavily doped. However, we can see that it's like that. Okay, so this emitter based junction നമ്മൾ ഇനീഷ്യലി കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യും. ബട്ട് ദിസ് കളക്ടർ ബേസ്ഡ് റീജിയൻ ഈസ് റിവേഴ്സ് ബയാസിനുള്ള മൈനോറിറ്റി കാരിയേഴ്സ് മൂലം മാത്രമാണ് കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കളക്ടർ ബേസ് റീജിയൻ CB ജംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് വി ലുക്ക് അറ്റ് CB ജംഗ്ഷൻ, വാട്ട് വിൽ ഹാപ്പൻ? We know that this is a reverse bias. Initially there is, if we are not supplying any input, ഇവിടെ എമിറ്റർ ബേസ് റീജിയനിൽ ഞാൻ സപ്ലൈ ഒന്നും കൊടുക്കാത്ത സമയത്ത് only a reverse saturation current I0 is the reverse saturation current is flowing. ഓക്കെ, ഇനി ഞാൻ എൻ്റെ VCC കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓർ ഡെലിബറേറ്റ്ലി VCE കൂട്ടുകയാണ്, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടറിന് എമിറ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ദാറ്റ് മീൻസ് VC കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് ബയാസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ കറണ്ട് ICക്ക് പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി എപ്പോഴാണ് വേരിയേഷൻ ഉണ്ടാവുക? സാധാരണ ഒരു ഡയോഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടി മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കറണ്ട് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസിൽ ഇങ്ങനെ കറണ്ട് കൂടി വരുമെന്നറിയാം. ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, hopefully these things you know that. ഇതൊക്കെ ഓരോ ടെമ്പറേച്ചറിലായിരുന്നു പറഞ്ഞത്. ബട്ട് ഹിയർ ദിസ് ഇസ് IB0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് ബയാസ് ഒന്നും ചെയ്യാത്ത കണ്ടീഷനാണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ഒന്നും ചെയ്യാത്ത കണ്ടീഷനാണ് IB0 എന്ന്. ഇനി ഫോർവേഡ് ബയാസ് കൺസിഡർ IB ഈസ് 10 micro ampere. That means we are applying a forward bias here and deliberately supply some electrons into the P region, അതായത് ബേസ് റീജിയനിലേക്ക് ഡെലിബറേറ്റ്ലി സപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് ഇതിനകത്തെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി കാരിയേഴ്സ് ആണ് ഇലക്ട്രോൺസിൽ ഡെലിബറേറ്റ്ലി സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് IC will increase. Okay, we know that IC will increase. So this is initially IC is very small. We can say that this is compared to 0 milliampere.
consider this is IC is equal 5 milliampere. Here IC in milliampere. When IB is here, IC is 10 milliampere, like that. So this is IC is 15 milliampere. It's like this. And IB is 20 microampere. And IB is 30 microampere. So this is 20 milliampere. It's like going like that. Okay. അപ്പോൾ നമ്മൾ ഇൻപുട്ടിലേക്കുള്ള കറണ്ട് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ what will happen? The output current will increase. So from this graph we can say that in active region, these regions are known as active region. In active region we can say that output current depends only on input current and independent of output voltage. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്വിയസ് ആയിട്ട് തോന്നും, ബട്ട് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആക്റ്റീവ് റീജിയനിലാണ്. ആക്റ്റീവ് റീജിയനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കറണ്ട് ഈസ് IC. IC is the output current. Here we can see that this is the output current. Output എടുക്കുന്നത് ഇവിടെ നിന്നാണ്. So output current is IC. Output current is only depending upon the IB. IB കൂട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് കറണ്ട് കൂടുകയുള്ളൂ. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് കൂടുകയില്ല. നമുക്ക് ഡയോഡ് റിവേഴ്സ് ബയാസിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം അല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കൂട്ടിക്കഴിഞ്ഞാലും റിവേഴ്സ് ബയാസിൽ കറണ്ട് കൂടില്ല. ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ കൂടുകയുള്ളൂ. കറണ്ട് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം ഇവിടെ ഡെലിബറേറ്റ്ലി കൂട്ടുന്നത് നമ്മൾ IB കൂട്ടിയാണ്. IB കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കാരിയേഴ്സ് ബേസ് റീജിയനിലേക്ക് എത്തും. നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിലായോ? ഈ ഗ്രാഫിൻ്റെ ഐഡിയ മനസ്സിലായോ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഐഡിയയിൽ? ഈ ഐഡിയ വെച്ചിട്ടാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് തന്നെ. എനിവൺ ഹാവിങ് എനി ഡൗട്ട് റിഗാർഡിങ് ദിസ് പോർഷൻ? മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ ഐഡിയ ക്ലിയർ ആയെങ്കിലാണ് നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പം കറക്റ്റായിട്ട് ഇത് ചെയ്യുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ CE അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് വി ടേക്കിംഗ് ദി CE അനാലിസിസ്, വാട്ട് ഈസ് VCC എന്ന് പറയുന്ന ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിന് സപ്ലൈ വോൾട്ടേജ് ഈ ബ്രാഞ്ചിൽ എടുത്തു കഴിയുമ്പോൾ, ഈ CE ബ്രാഞ്ചിൽ എടുത്തു കഴിയുമ്പോൾ ഈ VCC എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്? ICRC ഉണ്ട്. വി നോ ദാറ്റ് ദർ ഈസ് എ ഡ്രോപ്പ് ഹിയർ പ്ലസ് VCE. ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ VCC ഇവിടെ ഒരു ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? രണ്ട് സ്ഥലത്താണ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ VCC ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ലോഡ് ലൈൻ എവിടെയൊക്കെ നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റും, ഈ സർക്യൂട്ടിൽ എവിടെയൊക്കെ ലോഡ് കൊടുക്കാമെന്ന് അതിൻ്റെ മാക്സിമം പോയിൻറ്റുകൾ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, മാക്സിമം പോയിൻറ്റുകളിൽ എന്ന് പറയുന്നത് IC മാക്സും ആൻഡ് VCE മാക്സും എത്ര നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ട് എത്രമാത്രം മാക്സിമം കിട്ടുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ ICRC പ്ലസ് VCE. ഓക്കെ, എങ്ങനെയാണ് കിട്ടുക? VCE മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ വെൻ IC 0 ആകുമ്പോൾ ഈ ഇക്വേഷനെ കാണുമ്പോൾ അറിയാം, ഇക്വേഷൻ 1 നോക്കുമ്പോൾ അറിയാം VCE മാക്സിമം ആവുന്നത് എപ്പോഴാണ്? കാരണം RC VCC ഇത് രണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുകയാണ്. വെൻ RC ആൻഡ് VCE ആർ കോൺസ്റ്റൻ്റ്. ഓക്കെ,
അപ്പോൾ ഈ ഇക്വേഷനെ സംബന്ധിച്ച് എന്ത് കിട്ടും? ഐ സി 0 ആയി കഴിയുമ്പോൾ സോ വി സി മാക്സ് എന്ന് പറയുന്നത് വി സി സി തന്നെയാണ്. ദിസ് ഈസ് ഇക്വേഷൻ. സോ ആ പോയിൻ്റ് നമ്മളെവിടെ വരയ്ക്കാൻ പറ്റും? ഇവിടെ കൺസിഡർ വി സി. സോ വി സി മാക്സ് എന്ന് പറയുന്നത് കൺസിഡർ ദിസ് പോയിന്റ് വി സി സി മാക്സ്. വി സി സി മാക്സ് ആവുന്ന പോയിൻ്റാണ് ഈ പോയിൻ്റ്. ഓക്കെ, ഒരു പോയിൻ്റ് കിട്ടി. ദെൻ ഐ സി മാക്സ് ആവുന്ന പോയിൻ്റ്, ഐ സി മാക്സിമം ആവുന്ന പോയിൻ്റ് എപ്പോഴാണ്? വെൻ വി സി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഇൻ ദിസ് കണ്ടീഷൻ ദിസ് ഈസ് സെയിം. ഇത് തന്നെയാണ് ഈ കണ്ടീഷൻ വരും. വെൻ വി സി 0 ആയി കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഐ സി മാക്സ് കിട്ടുക? ദറ്റ് ഈസ് ഐ സി മാക്സ് ഈസ് ഈക്വൽ ടു വി സി സി ഡിവൈഡഡ് ബൈ ആർ സി. നമുക്ക് ലോഡ് ലൈൻ വരയ്ക്കാനുള്ള 2 പോയിന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ഈസ് ദാറ്റ് പോയിന്റ്? വി സി സി ഡിവൈഡഡ് ബൈ ആർ സി. ദറ്റ് ഈസ് consider this point is VCC divided by RC point. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. ആ 2 പോയിന്റോട് ഇൻ്റർസെക്റ്റ്, ഈ മാക്സിമം പോയിന്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മുടെ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ this is known as DC load line. This is very important, DC load line. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇൻപുട്ട് വേരി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബി വേരി ചെയ്യുക. ഐ ബി വേരി ചെയ്യുന്നത് ഇപ്പം ഐ ബി ഒരു പർട്ടിക്കുലർ ഇനീഷ്യലി നമ്മൾ ലെറ്റ് microampere, 30 microampere and 40 microampere like that. Okay, നമ്മൾ ഐ ബി ഇനീഷ്യലി നമുക്കൊരു 20 മൈക്രോആംപിയർ ഉണ്ടെന്ന് വിചാരിക്കുക. 20 മൈക്രോആംപിയർ. ഈ 20 മൈക്രോആംപിയർ എന്ന് പറയുന്നത് നമ്മൾ സിഗ്നൽ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഐ ബി ആണ്. ഓക്കെ, ലൈക്ക് ഡി സി സിഗ്നൽ കൊടുത്തിട്ട് നമ്മൾ ഇനീഷ്യലി ഐ ബി 20 മൈക്രോആംപിയറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഐ ബി 20 മൈക്രോആംപിയറിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്? ഐ ബി ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് കാരണം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ മാത്രമാണ് ദർ ഈസ് എ ബേസ് കറണ്ട്. ഈ ബേസ് കറണ്ട് ഇപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ എന്താണ്? ഈ ബേസ് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി വെക്കുമ്പോൾ ഒരു ഐ ബി ഉണ്ടാവും. ഐ ബി ഈക്വൽ ടു ലെറ്റ് ഐ ബി ഈക്വൽ ടു 20 മൈക്രോആംപിയർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. 20 മൈക്രോആംപിയർ വരുന്നു എന്ന് കരുതുക. ഇനി ഞാൻ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുകയാണ്. ഈ ഇൻപുട്ട് വോൾട്ടേജ് ഒരു പോസിറ്റീവ് സൈക്കിൾ ഇങ്ങനെ ഒരു സൈനസോയിഡൽ സിഗ്നൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സൈനസോയിഡൽ സിഗ്നൽ ഒരു മില്ലി വോൾട്ട് വേരിയേഷനുള്ള സൈനസോയിഡൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോആംപിയർ വേരിയേഷൻ ഈ ഐ ബിയിലുണ്ടാവും. നിങ്ങളിത് കറക്റ്റായിട്ട് ഒന്നോടെ ഞാൻ പറയാം. ഇനീഷ്യലി നമ്മൾ ഈ ബയാസിംഗ് ഒക്കെ ചെയ്ത് വെച്ച് കഴിയുമ്പം ഇങ്ങനെ ഒരു ബയാസിങ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ഐ ബി ഉണ്ടാവും. ഒരു ഐ ബി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഒരു ഐ സി കറണ്ട് ഔട്ട്പുട്ടിലൂടെയും ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഇനീഷ്യലി നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഇപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും ആകുമ്പോൾ ഒരു റിവേഴ്സ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഐ ബി 0 ആണെങ്കിൽ only the reverse saturation current is flowing through the IC. ICയിലൂടെ ഫ്ലോ ചെയ്യുന്ന only റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുള്ളൂ. ഇനി ഐ ബി കൂട്ടുന്നതിനനുസരിച്ച് ഐ സി കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം എന്താ? ഈ ഐ സി എന്ന് പറയുന്ന റിവേഴ്സ് കറണ്ടാണ്. ആ റിവേഴ്സ് കറണ്ട് കൂട്ടുന്നത് ഐ ബി കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഏരിയേഷൻ ബേസ് റീജിയനിലേക്ക് കൂടുതൽ സപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഐ സി ഓട്ടോമാറ്റിക്കായിട്ട് ഡെലിബറേറ്റ്ലി കൂടും. ഓക്കെ, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ടാണ് ഐ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇപ്പം ഒരു ഐ ബി ഉണ്ട്, ഒരു ഐ സി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രാഫിനനുസരിച്ച് ഇനീഷ്യലി നമ്മളൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐ ബി 20 മൈക്രോആംപിയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അറ്റ് ദാറ്റ് ടൈം ഐ സി വിൽ ബി 10 മില്ലി ആംപിയർ. ലെറ്റ് ഇൻ ദിസ് കണ്ടീഷൻ I am applying V in is equal to 0 voltage. V in 0 voltage ഐ ബി 20 മൈക്രോആംപിയറിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി വി ഇൻ ഞാൻ കൊടുക്കുമ്പോൾ ഞാനൊരു പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഐ ബി കൂടും. കാരണം എന്താണ്? ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു പോസിറ്റീവ് സൈക്കിളാണ്.
അപ്പോൾ പോസിറ്റീവ് ഇതിവിടെ ഇങ്ങനെ ഐ ബി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ഐ ബി വേരി ചെയ്യും. ഈ ഐ ബി എന്ന് പറയുന്നത് ഒരു മൈക്രോ ആംബിയർ വേരിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഐ ബി വേരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഐ സി ഓട്ടോമാറ്റിക്കലി വേരി ചെയ്യും. പക്ഷേ ഐ സിയിൽ വേരിയേഷൻ എന്താണ്? ഐ ബി ഇൻ മൈക്രോ ആംബിയർ വേരിയേഷനിലാണ് ഉണ്ടാവുക, ഐ സി ഇൻ മില്ലി ആംബിയർ വേരിയേഷനിലാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ ആംപ്ലിഫിക്കേഷൻ ഹാപ്പനിങ് ഇൻ ആൻ ആംപ്ലിഫയർ. എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് പൂർണ്ണമായി അറിയില്ല. ഞാൻ പറയുന്നത് ഐ ബിയിൽ ഇനിയിപ്പം ഞാൻ ഒരു മില്ലി വോൾട്ടേജ് വി ഇൻ എന്ന് പറയുന്ന ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിൽ വേരി ചെയ്ത് കഴിഞ്ഞാൽ ഐ ബിയിൽ ഒരു മൈക്രോ ആംബിയർ വേരിയേഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസാണ്. ഈ വി ഇൻ എന്ന് പറയുന്നത് ഇനീഷ്യലി +1 മില്ലി വോൾട്ടേജ് 1 മില്ലി വോൾട്ടേജാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 1 മില്ലി വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിയിൽ ഒരു +10 മൈക്രോ ആംബിയർ -10 മൈക്രോ ആംബിയറിൽ വേരിയേഷനാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ കണ്ടീഷനിൽ എൻ്റെ കൺസിഡർ വി ഇൻ ഈസ് ഈക്വൽ ടു 0 വോൾട്ടേജ്. വെൻ വി ഇൻ ഈസ് ഈക്വൽ ടു 0 വോൾട്ടേജ്, കൺസിഡർ മൈ ഐ ബി ഈസ് ഈക്വൽ ടു 20 മൈക്രോ ആംബിയർ and IC is equal to what is the value? ഗ്രാഫ് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. 10 മില്ലി ആംബിയർ ആണ്. ഇത് ബയാസിങ് മൂലമാണ്, ഡി സി ബയാസിങ് മൂലമാണ്. ഇനീഷ്യലി ഇത് ഈ കണ്ടീഷനിൽ ഇരിക്കുകയാണ് 0 വോൾട്ടേജ് കൊടുക്കുമ്പോൾ. ഇനി എൻ്റെ വി ഇൻ എന്ന് പറയുന്നൊരു മില്ലി വോൾട്ടേജ് റേഞ്ച് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 1 മില്ലി വോൾട്ടേജാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 1 മില്ലി വോൾട്ടേജ് വേരിയേഷൻ മൂലം, അതായത് +1 മില്ലി വോൾട്ട് ഓക്കെ 1 മില്ലി വോൾട്ടേജ്. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ എന്ത് സംഭവിക്കും? ഡ്യൂറിങ് പോസിറ്റീവ് സൈക്കിളിൽ മാക്സിമം എന്ന് പറയുന്നത് +1 മില്ലി വോൾട്ടേജ് ആയിരിക്കും. +1 മില്ലി വോൾട്ടേജ് ആയിരിക്കും. ആ +1 മില്ലി വോൾട്ടേജ് എനിക്ക് +10 മൈക്രോ ആംബിയർ വേരിയേഷൻ കറണ്ടിൽ ഐ ബിയിൽ വേരിയേഷൻ ഉണ്ടാക്കും എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇറ്റ് വിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആർ ബി വാല്യൂ, റെസിസ്റ്റൻസിൻ്റെയൊക്കെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും. ഐ ബിയിൽ 10 മൈക്രോ ആംബിയർ ഉണ്ടാവും. ഡ്യൂറിങ് നെഗറ്റീവ് സൈക്കിളിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് -1 മില്ലി വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്? ഒരു -10 മൈക്രോ ആംബിയർ വേരിയേഷൻ ഉണ്ടാവും. ഐ ബിയിൽ -10 മൈക്രോ ആംബിയർ വേരിയേഷൻ ഉണ്ടാവും. ഇനീഷ്യലി ഐ ബി എന്ന് പറയുന്നത് 0 വോൾട്ടേജ് 20 മൈക്രോ ആംബിയർ ആയിരുന്നു. അപ്പം പോസിറ്റീവ് സൈക്കിളിൽ മാക്സിമം ടോട്ടൽ ഐ ബി ഈസ് 30 micro ampere. Why this is 20 plus 10 micro ampere, where 20 is initially, even in V in is 0 voltage, IB is 20 micro ampere, so it is 30 micro ampere. Okay, during negative cycle the maximum IB is equal to 20 minus 10 micro ampere, that is 10 micro ampere. Okay, so ഈ ഐ ബിക്ക് ബീറ്റ ടൈംസ് ഐ സി ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ബീറ്റ ടൈംസ് ഐ ബി ആണ് ഐ സിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഐ സി വിൽ ഓൾസോ വേരി. സോ വെൻ ഐ ബി ഇൻക്രീസസ്, ഐ സി ഈസ് ഓൾസോ ഇൻക്രീസ്. വാട്ട് വിൽ ഹാപ്പൻ? ഐ സി ഈസ് ഓൾസോ ഇൻക്രീസ് മീൻസ് ഐ സി ഈസ് നത്തിങ് ബട്ട് ബീറ്റ ഐ ബി ആണ് ഐ സി, വേർ ബീറ്റ വാല്യൂ ഈസ് മോർ ദാൻ 50-നേക്കാളും ഒബ്വിയസ്ലി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി. ഇത്രയും കാര്യങ്ങൾ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാത്തത് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ, നിങ്ങൾ കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓക്കെ, so what will happen?
സോ ഞാനിപ്പം ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിക്ക് ഞാനിപ്പോൾ ഈ ലോഡ് ലൈൻ വെച്ചിട്ട് പറയുകയാണ് ഐ ബിക്ക് വേരിയേഷൻ ഉണ്ടാവും. ഐ ബി പ്ലസ് 10 മൈക്രോ ആംബിയർ മൈനസ് 10 മൈക്രോ ആംബിയർ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നത്. സോ എനിക്ക് കിട്ടുന്ന സിങ് എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിങ് എന്ന് പറയുന്ന ഇത്രയും വോളിയത്തിലാണ് സിങ് കിട്ടുക. ഓക്കെ. സോ അപ്പോൾ ഐ സിയിലൊരു മില്ലി ആംബിയർ വേരിയേഷൻ എനിക്ക് കിട്ടി. ഓക്കെ. സോ ഐ സിയിലൊരു മില്ലി ആംബിയർ വേരിയേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് വി സിയിലും സിമിലർ വേരിയേഷൻ കിട്ടും. കാരണം എന്താണ്, വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ ആണ്. ഓക്കെ. സോ വി നോ ദാറ്റ് VCC is equal to ICRC plus VCE, where VCE is my output voltage. Output voltage VCE ആണ്. So what is VCE? VCE is nothing but VCC minus ICRC. So what will happen if already we see that if the input voltage increases, Vin increases, IB increases, IC is also increases. When IC increases, what will happen to the VCE? VCE will decreases. According to this equation, VCE will decreases when Vin increase. Why? When Vin increases, IB increases, IC also increases, that is beta time IC. When IC increases, when IC value increases, VCC minus ICRC, where RC and VCE is kept constant. What will happen? This VCE will decreases. Okay. So initially, for example, initially എൻ്റെ വി സി എന്ന് പറയുന്നത് ഇനീഷ്യലി എൻ്റെ 6 വോൾട്ടേജ് ഒരു ഡി സി വോൾട്ടേജ് ആയിരുന്നു, പ്ലസ് 6 വോൾട്ടേജ് ഡി സി വോൾട്ടേജ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് ഐ ആം apply an input. So during positive cycle, VCE value will be equal to less than 6 voltage. Okay. During negative cycle, VCE should be greater than 6 voltage. So VCE പോസിറ്റീവ് സൈക്കിളിൽ 6 വോൾട്ടേജിന് കുറവാകും, നെഗറ്റീവ് സൈക്കിളിൽ 6 വോൾട്ടേജിനേക്കാളും കൂടുതലാവും. അപ്പം ഇനീഷ്യലി നമ്മളിപ്പം എൻ്റെ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്, ഇൻപുട്ടിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിലുള്ള സിഗ്നൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇഫ് ഐ ആം ഗിവൺ ടു എ സി കോമൺ എമിറ്റർ ആംപ്ലിഫയർ, ദെൻ മൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എനിക്കൊരു ഡി സി വോൾട്ടേജ് കാണും, ഇനീഷ്യലി ഒരു ഡി സി വോൾട്ടേജ് കാണും, ഫോർ എക്സാമ്പിൾ 6 വോൾട്ടേജ് കാണും. ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്, ആംപ്ലിഫൈഡ് വേർഷൻ. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ എനിക്ക് കിട്ടുക നെഗറ്റീവാണ്, നെഗറ്റീവ് സൈക്കിളിൽ കിട്ടുക പോസിറ്റീവ് ആംപ്ലിഫിക്കേഷനാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, That means there is a out of phase. Input and output are out of phase. So this is very important in the common emitter configuration. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇൻപുട്ടിൽ നിന്ന് സിഗ്നൽ എടുത്തിട്ട് അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഔട്ട്പുട്ടിൽ ഓൾറെഡി ഒരു ഡി സി വോൾട്ടേജ് ഉണ്ട്, വി സി ഇ എന്ന് പറയുന്ന ഡി സി വോൾട്ടേജ് ഉണ്ട്, അതിന് നിന്നുകൊണ്ടാണ് ഇതിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്, ഡി സി ലോഡ് ലൈൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പോസിറ്റീവ് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിയിലൊരു പോസിറ്റീവ് വേരിയേഷൻ ഉണ്ടാവും, ഐ ബിയിലൊരു പോസിറ്റീവ് വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഐ സിയിലൊരു മില്ലി ആംബിയർ ലെവലിൽ, ഐ ബിയിൽ മൈക്രോ ആംബിയർ ലെവലിൽ വേരിയേഷൻ ഉണ്ടായാൽ ഐ സിയിൽ മില്ലി ആംബിയർ ലെവലിൽ വേരിയേഷൻ ഉണ്ടാവും. ദെൻ ദാറ്റ് വിൽ അഫക്റ്റ് ഓൺ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ഐ സി കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും.
ബിക്കോസ് വി സി ഇ ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, വി സി ഇ ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. സോ ഐ സി കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ദാറ്റ് ഈസ് ഇനീഷ്യലി ഒരു 6 വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലേക്ക് എത്തും. അപ്പം നമ്മൾ ഇനീഷ്യലി ദിസ് പോയിന്റ് സെൻറ്റർ പോയിന്റ് ബയാസിംഗ് ഒന്നും ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കാത്തപ്പോഴുള്ള ആ പോയിന്റിനെയാണ് ഈ ഐ ബി വാല്യൂവിനെയാണ് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡി സി ലോഡ് ലൈൻ ഇൻ്റർസെക്റ്റ് ഐ ബിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ സിഗ്നലൊന്നും കൊടുക്കാത്തപ്പോൾ, അതായത് ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് സപ്ലൈ സിഗ്നൽ വോൾട്ടേജ് എനിക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട എ സി വോൾട്ടേജ് ഒന്നും കൊടുക്കാത്ത അവസ്ഥയിലുള്ള ആ ഇൻ്റർസെക്റ്റ് ഡി സി ലോഡ് ലൈൻ ഐ ബിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ക്യൂ പോയിന്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അതാണ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ വിത്തൗട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ്, വിത്തൗട്ട് ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോയത് ഡി സി സിഗ്നലും നമ്മൾ കൊടുക്കുന്നുണ്ട്, എ സി ആണ് കൊടുക്കുന്നത്. എ സിനെയാണ് എനിക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടത്. ഈ ഡി സി സിഗ്നൽ കൊടുക്കുന്നത് എനിക്ക് ജസ്റ്റ് ബയാസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ബയാസിങ് കണ്ടീഷനിൽ ഐ ബി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡി സി ലോഡ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻപുട്ട് എ സി സിഗ്നലൊന്നും കൊടുക്കാത്തപ്പോൾ എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇതാണ്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ആവും. പോസിറ്റീവ് സൈക്കിളിൽ ഇത് അപ്വേഡ് ഷിഫ്റ്റ് ആവും, നെഗറ്റീവ് സൈക്കിളിൽ നമ്മൾ ഇത് ഡൗൺവേഡ് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഈ ക്യൂ പോയിന്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ക്യൂ പോയിന്റ് ഇനീഷ്യലി ഞാൻ ബയാസിംഗ് ഒക്കെ ചെയ്ത് ക്യൂ പോയിന്റ് ഇനീഷ്യലി എൻ്റെ 10 മൈക്രോ ആംപിയറിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 5 മൈക്രോ ആംപിയറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇനീഷ്യലി എൻ്റെ ബയാസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 5 മൈക്രോ. അപ്പോൾ എന്താ പറ്റുക, പോസിറ്റീവ് സൈക്കിളിൽ എനിക്ക് ആംപ്ലിഫിക്കേഷൻ കിട്ടും. നെഗറ്റീവ് സൈക്കിളിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, നെഗറ്റീവ് സൈക്കിളിൽ ഇത് ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ ഐ ബിനേക്കാളും താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഈ റീജിയൻ എന്താണ്, കട്ട് ഓഫ് റീജിയനാണ്. അതായത് കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് എമിറ്റർ റീജിയനോടെ റിവേഴ്സ് ബയാസായി. അപ്പോൾ ഐ ബി എന്ന് പറയുന്ന കറണ്ടേ ഫ്ലോ ചെയ്യില്ല. അപ്പോൾ കട്ട് ഓഫ് റീജിയനിൽ എന്ത് സംഭവിക്കും, കറണ്ടൊന്നും ഉണ്ടാവില്ലെങ്കിൽ അത് സാച്ചുറേറ്റ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യൂ പോയിൻ്റ് എക്സാക്ട്ലി സെൻറ്ററിലാക്കാനായിട്ട്, ഈ ഡി സി ലോഡ് ലൈനിൻ്റെ എക്സാക്ട്ലി സെൻറ്റർ ആക്കാനായിട്ടായിരിക്കും എപ്പോഴും ശ്രമിക്കുക ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുമ്പോൾ. എന്തിനാണ് അത് ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ്, സെൻറ്ററിലും ആണെങ്കിൽ മാത്രമാണ് പോസിറ്റീവ് സൈക്കിളിലും നെഗറ്റീവ് സൈക്കിളിലും ഒരുപോലെ ഔട്ട്പുട്ടിൽ എനിക്ക് സിങ് കിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പം താഴ്ത്താണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ ഐ ബി ക്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനീഷ്യലി ഒരു 5 മൈക്രോ ആംപിയറിലാണ് സെറ്റ് ചെയ്തതെന്ന് വയ്ക്കുക. പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഐ ബി ഇൻക്രീസ് ചെയ്യും. ഐ ബി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഐ സി ഇൻക്രീസ് ചെയ്യും. ഐ സി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വി സി ഡിക്രീസ് ചെയ്യും. സോ നെഗറ്റീവ് സൈക്കിൾ എനിക്ക് ഫുള്ള് സിങ് കിട്ടും. ഓക്കെ, നെഗറ്റീവ് സൈക്കിൾ എനിക്ക് മാക്സിമം സിങ് കിട്ടും. ബട്ട് ഇൻ പോസിറ്റീവ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ, നെഗറ്റീവ് സൈക്കിളിൽ എന്താണ്, പോസിറ്റീവ് സൈക്കിളിലാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് സൈക്കിളിൽ എന്താണ് കിട്ടുക, നെഗറ്റീവ് സൈക്കിളിൽ ഇപ്പം ഐ ബി എന്ന് പറയുന്നത് ഒരു 10 മൈക്രോ ആംപിയർ വേരിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഈ 0-നും താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് റീജിയനിൽ പോയി ദെൻ എനിക്ക് ട്രാൻസിസ്റ്റർ ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക, ജസ്റ്റ് സ്വിച്ച് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ ഐ സി വിൽ ബി 0 മില്ലി ആംപിയർ. സോ വി സി വിൽ ബി സാച്ചുറേറ്റഡ്, മാക്സിമം വോൾട്ടേജിൽ സാച്ചുറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പം എനിക്ക് മാക്സിമം സ്വിങ് ചെയ്യാനായിട്ട് ക്യൂ പോയിൻ്റ് എക്സാക്ട്ലി സെൻറ്ററിലാണ് വെക്കുക. ക്ലിയർ ആയോ, എന്തുകൊണ്ടാണ് ഈ ക്യൂ പോയിൻ്റ് എക്സാക്ട്ലി സെൻറ്റർ വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ, ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. സോ ഫോർ എ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ദ ക്യൂ പോയിൻ്റ് ഷുഡ് ബി, ഞാൻ ആ പോയിൻ്റായിട്ട് തന്നെ എഴുതാം. Okay, for a faithful amplification the cue point should be mid of DC load line. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ, മിഡ് ഓഫ് ഡി സി ലോഡ് ലൈൻ ആവണമെന്ന് പറയുന്നതിൻ്റെ ഐഡിയ ക്ലിയർ ആയോ?
സോ അറ്റ് ദി സെൻറ്ററിലായിരിക്കണം എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ദ വി സി ഇ ക്യൂ മിഡ് പോയിൻ്റ് എന്തായിരിക്കണം VCC/2 ആയിരിക്കണം. മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് 0 ആണ്. സോ ഇത് VCC മാക്സ് ആണ്. സോ ഇതാണ് സെൻറ്റർ പോയിൻ്റ്, VCC2 ആയിരിക്കണം. ദെൻ ICEQ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ICEQ എന്ന് പറയുന്നത് VCC/RC ആണ്. സോ VCC/2RC ആയിരിക്കണം. സോ ദിസ് ഈസ് ദ മിഡ് പോയിൻ്റ്. Hope this is clear. VCC/RC 0, VCC/RC ആണ്. So this point is VCC/2RC. Okay, these 2 points are very important. Okay, അപ്പോൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യൂ പോയിൻ്റ് എക്സാക്ട്ലി അതിനാണ് ഈ ബയാസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ബയാസിങ്ങിൻ്റെ സപ്ലൈ വോൾട്ടേജ്, അതുപോലെ തന്നെ റെസിസ്റ്ററിൻ്റെ വാല്യൂസ്, ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂസൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ സപ്ലൈ വോൾട്ടേജൊക്കെ നമ്മൾ ഈ ഇനീഷ്യൽ ലെവലിൽ IB ഒക്കെ നമ്മൾ സെൻറ്ററിലാക്കി വയ്ക്കാൻ, ലോഡ് ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ സെൻറ്ററിലാക്കി വയ്ക്കാനായിട്ട് ഈ RB, RCയും VCCയുടെ വാല്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലോ ഏതെങ്കിലും ഒരു റെസിസ്റ്ററൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി സെൻറ്ററായിട്ട് കിട്ടത്തില്ല. അപ്പോൾ സെൻറ്ററായിട്ട് കിട്ടിയില്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ വാല്യൂസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനും ഈ വാല്യൂസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ കണക്ട് അല്ല, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇതിനകത്താണെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഴ്സസ് ഗ്രൗണ്ടിനകത്താണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. സാധാരണ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഇപ്പോൾ ഇൻപുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് നമ്മൾ ബേസിലാണ് ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേഴ്സസ് ഗ്രൗണ്ടാണ് എടുക്കുക. ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിലോ കളക്ടറിൽ നിന്നാണ് എടുക്കുക. കളക്ടർ വേഴ്സസ് ഗ്രൗണ്ടാണ് എടുക്കുക. അപ്പോൾ ഗ്രൗണ്ട് ചെയ്യുന്ന സാധനം ഏതാണോ അതാണ് കോമൺ ആയിട്ട് വരിക. ഇവിടെ എമിറ്ററാണ് ഞാൻ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അങ്ങനെയാണ് നമ്മൾ ഏത് സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ബേസ് ആണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ബേസ് ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രൊവൈഡഡ്. നിങ്ങൾ EB ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും നോക്കുക. EB ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണോ, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആണോ നോക്കുക. ആ കണ്ടീഷനിൽ മാത്രമാണ് ആക്റ്റീവ് റീജിയനിലായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ hope this is clear. So for faithful amplification there is 3 condition. നമ്മൾ 3 കണ്ടീഷൻ അച്ചീവ് ചെയ്യണം for a faithful amplification. For a faithful amplification ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷൻ? ഒന്ന്, ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ട്രാൻസിസ്റ്റർ മസ്റ്റ് ബി ഇൻ ആക്റ്റീവ് റീജിയൻ. കാരണം എന്താണ്? ആക്റ്റീവ് റീജിയനാണ് ലീനിയർ റീജിയനുള്ളൂ. ട്രാൻസിസ്റ്റർ ലീനിയർ റീജിയനിൽ വർക്ക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലീനിയർ പ്രോസസ്സാണ്. ഇൻപുട്ട് വേരി ചെയ്യുന്ന പോലെ തന്നെ ഔട്ട്പുട്ട് വേരി ചെയ്യണം, ലീനിയറായിട്ട് വേരി ചെയ്യണം. അപ്പം ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ലീനിയർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഇൻ ഫിക്സഡ് DC ബയാസിങ്. ഫിക്സഡ് DC ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ ബയാസിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ VCC സപ്ലൈ വോൾട്ടേജ് വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാകും. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് VCE എന്ന് പറയുന്നത് VCC - ICRC ആണ്. അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഈ VCCയും RCയും കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ IB വേരി ചെയ്യുമ്പോൾ IC വേരി ചെയ്യും, IC വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ VCC സപ്ലൈ വോൾട്ടേജ് തന്നെ വേരി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ ഔട്ട്പുട്ട് വോൾട്ടേജിലോ ഡെഫിനറ്റ്ലി ആ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഔട്ട്പുട്ട് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഷുഡ് ബി DC ബയാസിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കണം, എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം. Okay, that is the second condition. And the third condition, the operating point, that means the Q point should be at middle.
ഇത് ഞാൻ അവസാനം ഒന്ന് എഴുതിയായിരുന്നതാണ്. ഈ 3 കണ്ടീഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഫെയ്ത്ത്ഫുള്ളായിട്ട് ആംപ്ലിഫൈ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആംപ്ലിഫൈ ചെയ്തേക്കാം, ഫെയ്ത്ത്ഫുള്ളി ആംപ്ലിഫൈ ചെയ്യില്ല. കാരണം ഫെയ്ത്ത്ഫുള്ളി ആംപ്ലിഫൈ ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് സൈക്കിൾ നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്തേക്കാം, ചിലപ്പോൾ നെഗറ്റീവ് സൈക്കിൾ ആംപ്ലിഫൈ ചെയ്തേക്കാം. ബട്ട് ബോത്ത് ആംപ്ലിഫൈ നന്നായിട്ട് പെർഫെക്റ്റ്ലി ലീനിയർ ആയിട്ട് ആംപ്ലിഫിക്കേഷൻ നടക്കില്ല. ഓക്കെ, ഹോപ്പ് ദീസ് കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. ഓക്കെ, ഈ 3 കണ്ടീഷൻ അച്ചീവ് ചെയ്യണം. ദെൻ ദർ ഈസ് അനദർ പ്രോസസ് ഈസ് നോൺ ആസ് തെർമൽ റണ്ണവേ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, വി നോ ദാറ്റ് what will happen if temperature increases. എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക? ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഐ സി കറണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ഐ സി ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചേർന്നാണ് ഒരു ശരിക്കും ഐ സി പ്ലസ് ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ICEO ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ശരിക്കും ഐ സി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? കാരണം ഞാൻ ഇനീഷ്യൽ ഈവൻ IB0 ആണെങ്കിൽ പോലും ദർ വിൽ ബി എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡ്യൂ ടു ദിസ് മൈനോറിറ്റി കാരിയേഴ്സ്. IB0 ആണെങ്കിൽ പോലും ഞാൻ ഇനീഷ്യലി അത് 0 ആയിട്ടാണ് ഐ സി എടുത്തത്. ബട്ട് ദർ വിൽ ബി എ കറണ്ട് ICEO. ഓക്കെ, നമ്മൾ തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ് നമ്മൾ അങ്ങനെ എടുക്കാറില്ല. അപ്പം ബട്ട് ഇനി IBയിലുള്ള വേരിയേഷൻ പ്ലസ് ICEO വേരിയേഷൻ കൂടിയാണ് ഉണ്ടാവുക. ഓക്കെ, ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇനീഷ്യലി ഉണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി IB വേരി ചെയ്യുമ്പോൾ IC വേരി ചെയ്ത് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ICEO വിൽ ഇൻക്രീസസ്, ദാറ്റ് ഈസ് മൈനോറിറ്റി കാരിയേഴ്സ് വിൽ ബി ഇൻക്രീസസ്. നമുക്ക് മൈനോറിറ്റി കാരിയേഴ്സ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? ശരിക്കും ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ഇൻപുട്ട് ബയാസിങ്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടുമ്പം നമ്മൾ ബേസ് റീജിയനിലേക്ക് ഡെലിബറേറ്റ്ലി നമ്മൾ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ബട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം മൈനോറിറ്റി കാരിയേഴ്സ് വലിയ കൂടാം. സോ IC വിൽ ഇൻക്രീസ്. Is it clear? So if temperature increases, what will happen? ICEO, that is reverse leakage current. ICEO is nothing but reverse leakage current. ലീക്കേജ് കറണ്ട് എങ്ങനെയാണ് കൂടുന്നത്? ദറ്റ് ഈസ് മൈനോറിറ്റി കാരിയേഴ്സ് മൂലം. മൈനോറിറ്റി കാരിയേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ടെമ്പറേച്ചർ മൂലം. ഓക്കെ, ഇതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ICEO കൂടും, ICEO കൂടിക്കഴിഞ്ഞാൽ IC കൂടും. ഓക്കെ, നമുക്കറിയാം ഒരു ഡിവൈസിൽ കൂടെ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ടെമ്പറേച്ചർ അഗെയിൻ ഇൻക്രീസസ്. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത്? ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കുക. ഓക്കെ, സോ ഇഫ് ICEO increases, what will happen? IC increases. When IC increases, what will happen? Temperature increases. When temperature increases, what will happen? ICEO again increases. Okay, so what will happen after this chain reaction? IC will be saturated. IC get saturated, and this process is known as thermal runaway. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് സംഭവിക്കുന്നതെന്ന്? അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്കേജ് കറണ്ട് കൂടും. ലീക്കേജ് കറണ്ട് IC is the sum of IC plus ICEO. So ICEO increases, total IC will increases. If total IC increases, that means IC is nothing but current increases. Temperature is again increases. When temperature increases, ICEO is again increases. So it will be like a chain reaction. Then it will be IC will get saturated, and that process is known as thermal runaway. Clear? ക്ലിയർ ആയോ എന്താണ് തെർമൽ റണ്ണവേ എന്ന് പറഞ്ഞ്? ക്ലിയർ ആയോ നിങ്ങൾക്ക്?
ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ ഐഡിയാസൊക്കെ ക്ലിയർ ആണോ?